HS Radio. ശിവഗിരി HS Radio. സാസദസനിധ പനിധ മഗ മഗരിസ. സാസദസനിധ പനിധ മഗ മഗരിസ. ശിവഗിരി HS Radio. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനാമിക, അവിനാഷസ്, നേഹ ഫാത്തിമ, ദിയ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. മദ്യം വാങ്ങാൻ 23 വയസ്സ് തികയണം. കണ്ണൂരിൽ നാളെ ഓറഞ്ച് അലേർട്ട്. ക്രിസ് ഗ്രേയിൽ ബ്ലൂ ടൈഗേഴ്സിനൊപ്പം. ബസ് ട്രെയിലറുമായി കൂട്ടിയിടിച്ച് തീപിടിച്ച് 7 മരണം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. മദ്യം വാങ്ങാൻ 23 വയസ്സ് തികയണം. കേരളത്തിൽ മദ്യം വാങ്ങാൻ 23 വയസ്സ് തികയണമെന്ന നിബന്ധന കർശനമാക്കാൻ സർക്കാർ തീരുമാനം. 23 വയസ്സെന്ന പരിധി വെച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും കൃത്യമായി പാലിക്കപ്പെടുന്നില്ലെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി എം ലിജു കർശനമാക്കുന്നത് സംബന്ധിച്ച് ശുപാർശ നൽകാൻ എക്സൈസ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ കൂടി അംഗീകാരം തേടിയ ശേഷം മദ്യനയത്തിൽ ഉൾപ്പെടുത്തു. മുൻപും മദ്യം വാങ്ങാൻ 18 വയസ്സായിരുന്നത് കെ ബാബു എക്സൈസ് മന്ത്രിയായിരിക്കെ 21 വയസ്സും ടി.പി. രാമകൃഷ്ണൻ എക്സൈസ് മന്ത്രിയായിരിക്കെ 23 വയസ്സുമായി ഉയർത്തി. കണ്ണൂരിൽ നാളെ ഓറഞ്ച് അലേർട്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിസ് ഗ്രേയിൽ ബ്ലൂ ടൈഗേഴ്സിനൊപ്പം. വെസ്റ്റ് ഇൻഡീസ് മുൻ താരമായ ക്രിസ് ഗ്രേയിൽ കേരള ക്രിക്കറ്റ് ലീഗ് ഫ്രാഞ്ചൈസിയായ കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സിനൊപ്പം ചേരുന്നു. ബ്ലൂ ടൈഗേഴ്സിന്റെ ആഗോള ബ്രാൻഡായ ബ്ലൂ ടൈഗേഴ്സ് UK-യുടെ സഹോടമയായാണ് ഗ്രേയിൽ ചുമതലയേറ്റത്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ അടുത്ത സീസൺ മുതൽ കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സിനെ പിന്തുണച്ച് ക്രിസ് ഗ്രേയിൽ ഉണ്ടാകുമെന്ന് ടീം MD സുഭാഷ് ജോർജ് മാനുവലും സഹ ഉടമ ശിവപ്രസാദും അറിയിച്ചു. ബസ് ട്രെയിലറുമായി കൂട്ടിയിടിച്ച് തീപിടിച്ച് 7 മരണം. രാജസ്ഥാനിലെ ദുൽസിക്ക് സമീപം ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ സ്ലീപ്പർ ബസ് വലിയ ട്രാക്കുമായി കൂട്ടിയിടിച്ച് തീപിടിച്ച് 7 പേർ മരിക്കുകയും 22 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പുലർച്ചെ 2:30ഓടെയാണ് സംഭവം. ഋഷികേശിൽ നിന്ന് മധ്യപ്രദേശിലേക്ക് ഇൻഡോറിലേക്ക് അമിത വേഗതയിൽ സഞ്ചരിക്കുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വൈദ്യുതി പ്രതിസന്ധി. കൂടുതൽ വൈദ്യുതി വാങ്ങാൻ KSB. സംസ്ഥാനത്ത് പ്രതിസന്ധി പരിഹരിക്കാൻ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ ഒരുങ്ങി KSB. ജൂലൈ മാസം 180 മെഗാവാട്ട് വൈദ്യുതി ഉയർന്ന വിലക്ക് വാങ്ങും. റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചതിന് പിന്നാലെയാണ് KSBയുടെ തീരുമാനം. 180 മെഗാവാട്ട് വാങ്ങിയതിനു ശേഷം പിന്നീട് 200 മെഗാവാട്ട് കൂടി വാങ്ങാനും തീരുമാനം. ബാംഗ്ലൂർ മലയാളികൾക്ക് ഓണസമ്മാനം. കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ ഓഗസ്റ്റ് അവസാനം വരെ. ഓണം സീസണിലെ കനത്ത യാത്ര തിരക്കും ടിക്കറ്റ് പ്രതിസന്ധിയും പരിഹരിക്കാൻ ബാംഗ്ലൂരുവിൽ നിന്നുള്ള കേരള സർവീസുകൾ കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകളുടെ കാലാവധി റെയിൽവേ നീട്ടി. ബാംഗ്ലൂർ, ഹുബ്ബള്ളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്ന മലയാളികൾക്ക് ആശ്വാസമാകുന്ന തരത്തിലാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ പുതിയ തീരുമാനം. ഓണം പ്രമാണിച്ച് മാസങ്ങൾക്ക് മുൻപേ തന്നെ ട്രെയിനുകളിലെ ടിക്കറ്റുകൾ നിറഞ്ഞ സാഹചര്യത്തിലാണ് 8 സ്പെഷ്യൽ ട്രെയിനുകളുടെ സർവീസ് ഓഗസ്റ്റ് അവസാനത്തോടെ വരെ ദീർഘിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 4, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിൽ ഓരോ കേസുകളുമാണ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം മുതൽ 216 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 294 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം മുതൽ ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ കോഴിക്കോട് 76, വയനാട് 26, തൃശൂർ 14, ആലപ്പുഴ 5 എന്നീ 4 ജില്ലകളിലാണ് ഔട്ട്ബ്രേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലപ്പുറം 36, തിരുവനന്തപുരം 19, കണ്ണൂർ 13, കൊല്ലം 15, ഇടുക്കി 3, എറണാകുളം 4, പാലക്കാട് 6, പത്തനംതിട്ട 1 എന്നിവിടങ്ങളിലും ജൂൺ ജൂലൈ മാസങ്ങളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. മാപ്പപേക്ഷിച്ചു. ശ്രീശാന്തിന്റെ വിലക്ക് പിൻവലിച്ചു. മുൻ ഇന്ത്യൻ താരം ശ്രീശാന്തിന് ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പിൻവലിച്ചു. കഴിഞ്ഞ വർഷം ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസനെ ഉൾപ്പെടുത്താത്തതിൽ ശ്രീശാന്ത് KCയെ വിമർശിച്ചിരുന്നു. ഇതാണ് വിലക്കിനിടയാക്കിയത്. തുടർന്ന് KCക്കെതിരായി നടത്തിയ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് ശ്രീശാന്ത് മാപ്പപേക്ഷ നൽകി. കഴിഞ്ഞ ദിവസത്തെ KCA യോഗം മാപ്പപേക്ഷ പരിഗണിച്ച് വിലക്ക് നീക്കാൻ തീരുമാനമാക്കുകയായിരുന്നു. ഇത്തരം നടപടികൾ ആവർത്തിച്ചാൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. ഇതോടെ കേരള ക്രിക്കറ്റ് ലീഗ് 3ാം സീസണിൽ ഏരീസ് കൊല്ലം സെല്ലേഴ്സിന്റെ സഹോടമയായി ശ്രീശാന്തിന് തുടരാം.
മകളോട് ലൈംഗികാതിക്രമം കാട്ടിയ അയൽവാസിയുടെ കാൽ പിതാവ് തല്ലിയൊടിച്ചു. 13 വയസ്സുകാരിയായ മകളെ വീട്ടിൽ കൊണ്ടുപോയി ലൈംഗികാതിക്രമം കാട്ടുന്നത് കണ്ട പിതാവ് 40കാരനായ അയൽവാസിയുടെ കാൽ അടിച്ചൊടിച്ചു. ആശുപത്രിയിൽ കഴിയുന്ന പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. ഇതിനിടെ കാൽ അടിച്ചൊടിച്ചതിന് അറസ്റ്റിലായ കുട്ടിയുടെ പിതാവിനെ കോടതി റിമാൻഡ് ചെയ്തു. 2 വർഷത്തിലേറെയായി സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു കുടുംബം. വീട്ടിൽ ആളില്ലാത്ത സമയം കുട്ടിയോട് തന്റെ വീട്ടിലേക്ക് വരാൻ അയൽവാസി ആവശ്യപ്പെടുകയായിരുന്നു. ഇതനുസരിച്ചെത്തിയ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു. ഇത് കണ്ടുകൊണ്ടുവന്ന പിതാവ് അവിടെ കിടന്ന തടിക്കഷ്ണം എടുത്ത് ഇയാളുടെ കാൽ അടിച്ചൊടിക്കുകയായിരുന്നു. കാലിന് പരിക്കേറ്റ ഇയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു. പോത്തങ്കോട് പോലീസ് ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തിയപ്പോൾ മുൻവൈരാഗ്യം മൂലം തന്നെ മർദ്ദിച്ചുവെന്നാണ് ഇയാൾ പറഞ്ഞത്. കുട്ടിയുടെ പിതാവിനെ പോത്തൻകോട് പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാണ് പീഡനവിവരം പോലീസ് അറിയുന്നത്. തുടർന്ന് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോസ്കോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. മജിസ്ട്രേറ്റിനു മുന്നിൽ കുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. ബംഗളൂരുവിൽ നിന്ന് 1 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് ചെന്നൈയിലെത്താം. ചെന്നൈ ബംഗളൂരു അതിവേഗ റെയിൽപാതയുടെ രൂപരേഖ തയ്യാറാക്കാൻ നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് NHSRCL പ്രാരംഭ നടപടികൾ തുടക്കമായി. ബുള്ളറ്റ് ട്രെയിനിൽ 306 കിലോമീറ്റർ വരുന്ന പാതയിലൂടെ ബംഗളൂരുവിൽ നിന്ന് 1 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് ചെന്നൈയിലെത്താൻ സാധിക്കും. 350 കിലോമീറ്റർ വരെ വേഗത്തിൽ ട്രെയിൻ ഓടിക്കാവുന്ന പാതയാണ് നിർമ്മിക്കുന്നത്. AI ക്യാമറ പ്രവർത്തനം നിലച്ചു. നിയമലംഘനം പിടികൂടാനാകാത്ത MVD. റോഡിലെ നിയമലംഘനങ്ങൾ പിടികൂടി പിഴ ഈടാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ച സംസ്ഥാനത്തെ AI ക്യാമറകളുടെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു. ഇന്റർനെറ്റ് സേവന ദാതാക്കളായ ജിയോയ്ക്ക് വൻതുക കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് അവർ കണക്ഷൻ വിച്ഛേദിച്ചതാണ് ക്യാമറകൾ കൂട്ടത്തോടെ കണ്ണടയ്ക്കാൻ കാരണം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി അവതരിപ്പിച്ചു. ധനബില്ലിൽ ഉൾപ്പെടുത്തി സർക്കാർ. ചർച്ച ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ധനബിൽ മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഉയർത്തിയ വിമർശനം അവഗണിച്ചാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ധനബില്ലിൽ ഉൾപ്പെടുത്തിയത്. ബില്ല് നാടിന്റെ ആപത്താണെന്ന് കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷം ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച ബഹിഷ്കരിച്ചു. സെൻസസ് ഡ്യൂട്ടി പ്രത്യേക അവധി. സെൻസസ് ഡ്യൂട്ടിയുള്ള അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കെല്ലാം അവധി ഉറപ്പാക്കി സർക്കാർ. ഈ മാസം 1 മുതൽ 30 വരെയാണ് ഡ്യൂട്ടി. ഇത് പൂർത്തിയാക്കാൻ മാസത്തിൽ 10 ദിവസം പൂർണ്ണമായോ 20 ദിവസം പകുതി സമയമോ അവധിയെടുക്കാമെന്നാണ് പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവ്. കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ സ്കൂൾ സമയത്തിന് ശേഷം സെൻസസ് നടത്താനായിരുന്നു ആദ്യ വാക്കാലുള്ള നിർദ്ദേശം. പിന്നീട് ശനിയും ഞായറും സെൻസസ് ജോലി നിർവഹിച്ചാൽ മതിയെന്നും ഒക്ടോബർ 31-നുള്ളിൽ പകരം അവധിയെടുക്കാമെന്നും നിർദ്ദേശിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചൊവ്വാഴ്ച സർക്കുലർ ഇറക്കിയിരുന്നു. പുതിയ ഉത്തരവോടെ ഇത് അസാധുവായി. ശിവഗിരി HS റേഡിയോ സ്കൂൾ വാർത്തകൾ. ലഹരിക്കെതിരെ കൈകോർത്ത വിദ്യാർത്ഥികൾ. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ശിവഗിരി HSൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സിവിൽ എക്സൈസ് ഓഫീസറായ സൗരഭ് സുരേഷ് ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബിരിദാസ്, ഹെഡ് മിസ്ട്രസ് VV മായാദേവി, സംസ്കൃതം അധ്യാപകൻ അഖിൽ എന്നിവർ കുട്ടികൾക്ക് ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങൾ നൽകി. ഭാഷാ പഠനത്തിന് പുതുജീവൻ. സ്കൂളിൽ ഇംഗ്ലീഷ് ക്ലബ് തിരിതെളിഞ്ഞു. ശിവഗിരി HSൽ 2026-27 അധ്യയന വർഷത്തെ സ്കൂൾ ഇംഗ്ലീഷ് ക്ലബ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ബിരിദാസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സാലിഹ ഫാത്തിമ സ്വാഗത പ്രസംഗം നടത്തി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് മായാദേവി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ SRG കൺവീനർ അഖിലും സഹ സെക്രട്ടറി അപർണയും സ്കൂളിലെ അറബിക് അധ്യാപികയായ സാബ്രയും സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനാമികയും ആശംസകൾ അറിയിച്ചു. UP ഇംഗ്ലീഷ് സബ്ജക്ട് കൺവീനറായ അപർണ രാജു, HS ഇംഗ്ലീഷ് സബ്ജക്ട് കൺവീനറായ ശ്രുതിയും ഇംഗ്ലീഷ് ക്ലബ് കൺവീനറായ ഗായത്രിയും നന്ദിയും രേഖപ്പെടുത്തി. അറബ് പഠനത്തിന് പുതിയ തുടക്കം. ശിവഗിരി HSൽ 2026-27 അധ്യയന വർഷത്തെ സ്കൂൾ അറബ് ക്ലബ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ബിരിദാസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹാദി അറബ് പഠനത്തിന്റെ പ്രാധാന്യം കുട്ടികളിലേക്ക് പകർന്നു.
സംസ്കൃതം അധ്യാപകനായ അഖിൽ, ഹയർ സെക്കൻഡറി സ്കൂൾ ഹിന്ദി അധ്യാപികയായ ശ്രീലേഖ, മലയാളം അധ്യാപകരായ ജയൻ, അമൃത, സ്റ്റാഫ് സെക്രട്ടറി അപർണ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ഹയർ സെക്കൻഡറി സ്കൂൾ അറബിക് അധ്യാപകനായ ഹിയാസ് കുട്ടികൾക്ക് അറബ് ഭാഷയുടെ ആശയം പകർന്നു. ഉദ്ഘാടന കർമ്മത്തോടനുബന്ധിച്ച് സ്കൂളിലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഗാനാലാപനം ഉണ്ടായിരുന്നു. സ്കൂളിൽ ഈ വർഷം അറബ് പഠിക്കാൻ എത്തിയ വിദ്യാർത്ഥികൾക്ക് അറബിക് അധ്യാപികയായ സാബന സമ്മാനങ്ങൾ നൽകി. സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫാത്തിമ സുഹാന നന്ദിയും രേഖപ്പെടുത്തി. ഉദ്ഘാടന കർമ്മത്തിന്റെ സന്തോഷത്തിനായി കുട്ടികൾക്ക് മധുരപലഹാരം നൽകി. ഇത് സ്കൂളിലെ അറബ് പഠനത്തിനൊരു പുതിയ ചവിട്ടുപടി കൂടിയാണ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. മദ്യം വാങ്ങാൻ 23 വയസ്സ് തികയണം. കണ്ണൂരിൽ നാളെ ഓറഞ്ച് അലേർട്ട്. ക്രിസ് ഗെയിൽ ബ്ലൂ ടൈഗേഴ്സിനൊപ്പം. ബസ് ട്രെയിലറുമായി കൂട്ടിയിടിച്ച് തീപിടിച്ച് 7 മരണം. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി നിരഞ്ജന 5C. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ബ്രസീൽ ടീമിന്റെ കോച്ചാര്? ഉത്തരം കാർലോ ആൻസലോട്ടി. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. കേരള ക്രിക്കറ്റ് ലീഗ് ഫ്രാഞ്ചൈസിയായ കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സിന്റെ MD ആര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ശിവഗിരി HS റേഡിയോ കവിതാ പങ്കിൽ ബാലസാഹിത്യകാരനായ KK പല്ലശ്ശനിയുടെ നല്ലൊരു നാളേക്കായി എന്ന കവിത കേൾക്കാം. അവതരണം നിരഞ്ജന. നല്ലൊരു നാളേക്കായി നമുക്കൊരു വായനശാല തുടങ്ങിടാം. നല്ലൊരു നാളേക്കായി നമുക്കൊരു വായനശാല തുടങ്ങിടാം. നല്ലൊരു മാനവനായി തീരാൻ വായന ഇന്നു തുടങ്ങിടാം. നല്ലൊരു മാനവനായി തീരാൻ വായന ഇന്നു തുടങ്ങിടാം. നല്ല കിനാവുകൾ കണ്ടുണരാനായി വായന ശീലമതാക്കിടാം. നല്ല കിനാവുകൾ കണ്ടുണരാനായി വായന ശീലമതാക്കിടാം. നമ്മുടെ വഴിയിൽ വെട്ടം പകരാൻ വായന ചൂട്ടായി കരുതിടാം. നമ്മുടെ വഴിയിൽ വെട്ടം പകരാൻ വായന ചൂട്ടായി കരുതിടാം. നമുക്കു പൊരുതാൻ കരുത്തരാവാൻ വായനയായുധമാക്കിടാം. നമുക്കു പൊരുതാൻ കരുത്തരാവാൻ വായനയായുധമാക്കിടാം. നമുക്കു നമ്മെ കാട്ടിത്തരുവാൻ വായന നല്ലൊരു കണ്ണാടി. നമുക്കു നമ്മെ കാട്ടിത്തരുവാൻ വായന നല്ലൊരു കണ്ണാടി. നമുക്കു കൂട്ടായി താങ്ങായി തണലായി വായന നല്ലൊരു ചങ്ങാതി. നമുക്കു കൂട്ടായി താങ്ങായി തണലായി വായന നല്ലൊരു ചങ്ങാതി. നല്ലൊരു നാളേക്കായി നമുക്കൊരു വായനശാല തുടങ്ങിടാം. നല്ലൊരു മാനവനായി തീരാൻ വായന ഇന്നു തുടങ്ങിടാം. വായന ഇന്നു തുടങ്ങിടാം. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.